ഹലോ എവരിവൺ, എല്ലാവർക്കും എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലും മറ്റു ക്വിസ് മത്സരങ്ങളിലും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തു ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക. എഡ്യു വിത്ത് മീ യൂട്യൂബ് ചാനലിൻ്റെ വാട്സാപ്പ് ചാനൽ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ തന്നെ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ സെൻസസ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം കനേഷുമാരി എന്ന പേരിലാണ് ഇന്ത്യയിലെ സെൻസസ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കനേഷുമാരി എന്ന പദം ഏതു ഭാഷയുടെ സംഭാവനയാണ്? ഉത്തരം പേർഷ്യൻ. അടുത്ത ചോദ്യം, ഏതൊക്കെ പദങ്ങൾ കൂടിച്ചേർന്നതാണ് കനേഷുമാരി എന്ന പദം? ഉത്തരം ഖാനേം എന്ന പദവും കൂടാതെ ഷൊവാരെ എന്ന പദം കൂടി ചേർന്നതാണ് കനേഷുമാരി എന്ന പദം ഉണ്ടായിരിക്കുന്നത്. അടുത്ത ചോദ്യം, ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ജോൺ ഗ്രാൻഡ്. ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനം ഡെമോഗ്രാഫി. ഡെമോഗ്രാഫി എന്ന പദത്തിൽ ഗ്രാഫി എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം വരയ്ക്കുക എന്നതാണ് ഗ്രാഫി എന്ന പദത്തിൻ്റെ അർത്ഥം. അടുത്ത ചോദ്യം, ഡെമോഗ്രാഫി എന്ന പദത്തിൽ ഡെമോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം ഡെമോ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യം, ലോകത്ത് എപ്പോൾ എവിടെയാണ് ആദ്യത്തെ സെൻസസ് നടന്നത്? 1790 അമേരിക്കയിലാണ് ലോകത്തിലെ ആദ്യത്തെ സെൻസസ് നടന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ എപ്പോഴാണ് ആദ്യത്തെ പൂർണ്ണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്നത്? ഉത്തരം 1881. അടുത്ത ചോദ്യം, 100 കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം? ഉത്തരം ഏഷ്യ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള ജില്ല? ഉത്തരം തിരുവനന്തപുരം. സ്വതന്ത്ര ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്? ഉത്തരം 7ാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്ന വർഷം? 1892. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്നത് എവിടെ? ഉത്തരം തിരുവിതാംകൂർ. അടുത്ത ചോദ്യം, ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ഉത്തരം ജൂലൈ 11. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ അവസാനം നടന്ന ജനസംഖ്യാ കണക്കെടുപ്പ് എപ്പോഴായിരുന്നു? ഉത്തരം 2011. അടുത്ത ചോദ്യം, ജനസംഖ്യയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം? ചൈനയാണ്. ഇത് 2011 സെൻസസ് പ്രകാരമാണ്. എന്നാൽ 10 വർഷത്തിന് ശേഷം 2021 സെൻസസ് നടക്കേണ്ടതായിരുന്നു. എന്നാൽ കോവിഡ് വ്യാപനത്തെ തുടർന്ന് സെൻസസ് നടത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ നിലവിലെ കണക്കനുസരിച്ച് ഇന്ത്യയാണ് ചൈനയെ മറികടന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം. അടുത്ത ചോദ്യം, ജനസംഖ്യയിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം? ഉത്തരം അമേരിക്കയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരത കൂടിയ ജില്ല? ഉത്തരം സെർച്ചിപ്പ്. അത് മിസോറാമിലെ ഒരു ജില്ലയാണ്. അടുത്ത ചോദ്യം, പുരുഷന്മാരെക്കാൾ സ്ത്രീകളുള്ള ഏക കേന്ദ്രഭരണ പ്രദേശം? ഉത്തരം പുതുച്ചേരി. പുരുഷന്മാരെക്കാൾ സ്ത്രീകളുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം കേരളം. അടുത്ത ചോദ്യം, 2011 സെൻസസ് പ്രകാരം കുറഞ്ഞ സാക്ഷരതയുള്ള സംസ്ഥാനം ഏത്? ഉത്തരം ബീഹാർ ആണ്. ഏറ്റവും ഉയർന്ന സാക്ഷരതയുള്ള കേന്ദ്രഭരണ പ്രദേശം? ഉത്തരം ലക്ഷദ്വീപ്. സാക്ഷരത ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം? ഉത്തരം ദാദ്ര നഗർ ഹവേലി. അടുത്ത ചോദ്യം നോക്കാം. ഏറ്റവും കൂടുതൽ ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള സംസ്ഥാനം? ഉത്തരം മേഘാലയ. ഏറ്റവും കുറവ് ജനസംഖ്യാ വളർച്ചാ നിരക്കുള്ള സംസ്ഥാനം നാഗാലാൻഡ് ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ കുറഞ്ഞ സാക്ഷരതയുള്ള ജില്ല? അലിരാജ്പൂർ ജില്ല. അത് മധ്യപ്രദേശിലെ ഒരു ജില്ലയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ സാക്ഷരതാ ശതമാനം എത്ര? 74.04% ആണ് ഇന്ത്യയുടെ സാക്ഷരതാ ശതമാനം. ജനസാന്ദ്രത കൂടിയ സംസ്ഥാനങ്ങൾ: ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത കൂടിയ സംസ്ഥാനം ബീഹാറും, 2ാം സ്ഥാനത്തായി ബംഗാളും, 3ാം സ്ഥാനത്തായി കേരളവുമാണ്. അടുത്ത ചോദ്യം, ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം? ഉത്തരം അരുണാചൽ പ്രദേശ്. അടുത്ത ചോദ്യം, ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം? ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. കേരളത്തിലെ സാക്ഷരത കുറഞ്ഞ ജില്ല? പാലക്കാട്. അടുത്ത ചോദ്യം,
സ്ത്രീ പുരുഷാനുപാതത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ല കണ്ണൂർ. 2011 സെൻസസ് പ്രകാരം കൂടിയ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഇടുക്കിയിലാണ്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞത്. അടുത്ത ചോദ്യം, ലോക ജനസംഖ്യ 500 കോടിയിൽ എത്തിയതെന്ന്? 1987 ജൂലൈ 11 ലോക ജനസംഖ്യ 500 കോടിയിൽ എത്തിയത്. അടുത്തതായി, എന്നു മുതലാണ് UN ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? 1989. 2011 ഇന്ത്യയുടെ ജനസംഖ്യ എത്രയായിരുന്നു? 121 കോടി. ലോകത്തെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇന്ത്യയുടെ വിസ്തൃതി? ഉത്തരം 2.42. അടുത്ത ചോദ്യം, ലോക ജനസംഖ്യയുടെ നിരക്കിൽ ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം 2. ഇപ്പോഴത് 1-ാം സ്ഥാനത്തായി മാറിയിട്ടുണ്ട്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഏത് രാജ്യത്തിൻ്റേതാണ്? ഉത്തരം ഇന്ത്യ. അടുത്ത ചോദ്യം, ഏത് കുട്ടിയുടെ ജനനത്തോടെയാണ് ഇന്ത്യൻ ജനസംഖ്യ 100 കോടിയിലെത്തിയത്? ഉത്തരം ആസ്ഥ എന്ന കുട്ടിയുടെ ജനനത്തോടെയാണ് ഇന്ത്യൻ ജനസംഖ്യ 100 കോടിയിലെത്തിയത്. വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്, പഠിച്ചു വെക്കാനായി ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യൻ ജനസംഖ്യ 100 കോടി തികച്ച ആസ്ഥ ജനിച്ചത് എവിടെയാണ്? ന്യൂഡൽഹിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിലാണ് ആസ്ഥ എന്ന കുട്ടി ജനിച്ചത്. അടുത്തതായി, ഇന്ത്യൻ ജനസംഖ്യ 100 കോടിയിലെത്തിയത് എന്ന്? 2000 മെയ് 11 ഇന്ത്യൻ ജനസംഖ്യ 100 കോടിയിലെത്തിയത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്ന വർഷം? 1951. ഇന്ത്യൻ സെൻസസിൻ്റെ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ ആര്? വിവേക് ജോഷി. ഏറ്റവും കുറവ് പുരുഷന്മാരുള്ള ഇന്ത്യൻ സംസ്ഥാനം? ഉത്തരം സിക്കിം. 2011 നടന്നത് ഇന്ത്യയിലെ എത്രാമത്തെ സെൻസസ് ആണ്? 15ാമത്തെ സെൻസസ് ആണ് 2011 നടന്നത്. അടുത്ത ചോദ്യം, എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത്? ഉത്തരം 10. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം? ലക്ഷദ്വീപ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കേന്ദ്രഭരണ പ്രദേശം? ഉത്തരം ന്യൂഡൽഹിയാണ്. അടുത്ത ചോദ്യം, ജനസംഖ്യ കൂടിയ സംസ്ഥാനം? ഉത്തർപ്രദേശ്. ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനം? സിക്കിം. കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറവുള്ള ജില്ല? അത് വയനാടാണ്. ജനസംഖ്യ കുറഞ്ഞ കേരളത്തിലെ ജില്ല? ഉത്തരം വയനാട്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം 943/1000 ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ 1991 2001 വരെയുള്ള ദശാബ്ദ ജനസംഖ്യാ വർധനവ് 21.54%. അടുത്തത്, 1981 മുതൽ 1991 വരെയുള്ള ദശാബ്ദ ജനസംഖ്യാ വർധനവ് 23.87%. ദശാബ്ദ ജനസംഖ്യാ വർധനവ് കുറഞ്ഞ സംസ്ഥാനം? ഉത്തരം കേരളം. അടുത്തതായി, ദശാബ്ദ ജനസംഖ്യാ വർധനവ് കൂടിയ സംസ്ഥാനം? ഉത്തരം നാഗാലാൻഡ്. ഇതോടുകൂടി നമ്മൾ 60 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇവയിൽ നിന്നും നിങ്ങൾക്ക് നിരവധി ചോദ്യങ്ങൾ നിങ്ങളുടെ ക്വിസ് മത്സരത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഉപകാരപ്രദമായാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.